ഹലോ, ഞാനപ്പോൾ 2 മാസത്തിന് ശേഷമാണ് വീട്ടിലാണ്. പിന്നെ ഇന്ന് തൃശ്ശൂർ പോവാണ്. സോ നമുക്കിനി തൃശ്ശൂർക്കൊരു ഒരാളെ കാണാനും, തൃശ്ശൂർ കുറേ നാളായി പോയിട്ട്. ഇതുപോലെ തന്നെ എനിക്ക് 2-3 മാസമായി തൃശ്ശൂർ പോയിട്ട്. അപ്പോൾ തൃശ്ശൂരൊക്കെ പോയിട്ട് അടിച്ച് വിളിച്ച് വരാം. തൃശ്ശൂരെത്തി നമ്മുടെ ഗസ്റ്റ് കുറച്ച് ലേറ്റാണ്. സോ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു. കഴിക്കാൻ കയറി കാണാം. പിന്നീട് നമുക്ക് നമ്മൾ വന്നിട്ട് കാണാം. അപ്പോൾ നമ്മൾ വന്നേക്കുന്നത് സാഹിത്യ അക്കാഡമി. രേഷ്മേനെ കാണാനാണ് നമ്മളിന്ന് വന്നത്. രേഷ്മയാണ് ഞങ്ങളുടെ ബ്ലോഗിലെ ഇന്നത്തെ അതിഥി. എപ്പോഴും പറയാറുള്ള രേഷ്മ, തൃശ്ശൂരുള്ള രേഷ്മ, തൃശ്ശൂരുള്ള രേഷ്മ, തൃശ്ശൂർകാരി രേഷ്മ. രേഷ്മ കൊച്ചി വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഇല്ല. അപ്പോൾ രേഷ്മയായിട്ടുള്ള ഫസ്റ്റ് വ്ളോഗാട്ടോ എൻ്റെ ചാനലിൽ. അപ്പോൾ പറ രേഷ്മ, എന്താ പറയാനുള്ളത്? ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്, അതായത് എൻ്റെ വീഡിയോയിൽ എപ്പോഴും പറയുന്ന ആൾക്കാരാണ് രേഷ്മ, അലക്സ് വ്ളോഗിൽ വരുമെന്ന് പറയാൻ പറ്റില്ല. രേഷ്മ പക്ഷേ വ്ളോഗിൽ വന്നേക്കാണ്, ശ്രീരാഗം വന്നിട്ടില്ല. അപ്പോൾ പറ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച്. എനിക്ക് തോന്നുന്നു അലക്സിനേക്കാളും മുൻപ് കണ്ടുമുട്ടിയ സൗഹൃദങ്ങളാണ് ഞങ്ങൾ. 2014, 2024, 2025, 11 കൊല്ലമായിട്ട് സ്ട്രോങ് ആയിട്ട്, വെല്ലുവിളികൾ വന്നിട്ടും തല്ലുകൂട്ടങ്ങൾ വന്നിട്ടും ഞങ്ങൾ സ്ട്രോങ് ആയിട്ട് പല തരത്തിലുള്ള ഗോസിപ്പുകൾ വന്നിട്ട് ഞങ്ങൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഞങ്ങൾ നിൽക്കണണ്ട. ഇങ്ങനെ ഞങ്ങളുടെ മാതൃക കേൾക്കണം ഫ്രണ്ട്ഷിപ്പ്. പറ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറ. മിഥുൻ എൻ്റെ കൂടെ ഡിഗ്രിക്ക് മുതലുണ്ട്. ഞങ്ങൾ ഒരുപാട് വർഷങ്ങളുടെ കണക്കല്ല, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയട്ടെ, കേരളോർമയിൽ ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുന്ന പെൺകുട്ടി, എനിക്ക് തോന്നുന്നു ക്ലാസ്സിൽ പരിചയപ്പെടുന്ന പെൺകുട്ടിയും രേഷ്മയാണ്. കാരണം തിരിച്ചങ്ങനെ തന്നെയാണ്. ഞാനും കേരളോർമയിൽ ക്ലാസ്സിൽ ആദ്യം പരിചയപ്പെട്ട ആൺകുട്ടി മിഥുനാണ്. പക്ഷെ ഇത് ക്യാമറ, പക്ഷെ ഞങ്ങൾ തമ്മിൽ ആദ്യം വലിയ സൗഹൃദമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എപ്പോഴൊക്കെയോ അങ്ങോട്ട് തിരിഞ്ഞു മറിഞ്ഞ് ഫ്രണ്ട്ഷിപ്പിലോട്ട് വന്നതാണ്. പിന്നെ ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും വളരെ സജീവമായി. ആ സജീവത ഇപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂസ്ലി, അതിപ്പോൾ കുറേ നാളായിട്ട് ഭയങ്കര ദീർഘമായിട്ട് വളരെ പ്രഷ്യസ് ആയിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പാണ് ഇനി പറഞ്ഞത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സൗഹൃദം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതെന്ന് നമുക്ക് പറയും. ഞാൻ ഒരിക്കലും എനിക്ക് വിവാഹ ജീവിതം കഴിഞ്ഞാലും എന്നെ നിന്ന് വിട്ടുപോകരുതെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തേത് മിഥുൻ തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇതുപോലത്തെ ഒരു കൂട്ടുകാരൻ. ഒരു പെൺകുട്ടി, എല്ലാ പെൺകുട്ടികൾക്കും ഉണ്ടാവണം ഇങ്ങനെ ഒരു കൂട്ടുകാരൻ. നമുക്ക് എല്ലാ തകർച്ചയിലും നമ്മുടെ കൂടെ ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ മിഥുൻ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു കൂട്ടുകാരനാണ്. ഒരുപാട് ഗോസിപ്പുണ്ട്, നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാണോ, നിങ്ങൾ തമ്മിൽ എന്താ കല്യാണം, പക്ഷെ അതും അങ്ങനെ ഉണ്ടാവും. നമ്മുടെ കേരള സൊസൈറ്റി എങ്ങനെയാണ്, 90കളിലാണ് നമ്മളൊക്കെ ഉള്ളത്. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല, വളരെ പ്രോഗ്രസീവ് ആയുള്ള ചിന്താഗതിക്കാരാണ്. അതുകൊണ്ട് അതൊന്നും പ്രശ്നമില്ല. പക്ഷേ മിഥുൻ അത്രയും എനിക്ക് പ്രിയപ്പെട്ടവനാണ്. ഇപ്പം ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് തമ്മിലുണ്ടല്ലോ, അങ്ങനെ വലിയ ബാരിയേഴ്സും ഇല്ല. ഒരാണ് പെണ്ണ് അല്ലെങ്കിൽ ഇവളുടെ മിക്കവാറും എല്ലാ കാര്യങ്ങളും ഇവളെന്നോട് ഷെയർ ചെയ്യാറുണ്ട്. ഞാനും എൻ്റെ ഇതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവളോടും ഷെയർ ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ ഇന്നത്തെ കാലത്ത്, പ്രത്യേകിച്ച് നമ്മൾ ഇന്നത്തെ ഇപ്പോൾ 2025 ഇതേപോലെ ഒരു ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറയുന്നത് വളരെ വളരെ ചുരുക്കമാണ്. അത് ഞാൻ ഭയങ്കര എന്താ പറയുക, അഭിമാനമാണ് സത്യം പറഞ്ഞാൽ. ഇപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തുറന്ന് പറയാൻ പറ്റുന്ന, ഈവൺ എന്തും പറയാൻ പറ്റുന്ന കുറച്ച് 2-3 പേര് എനിക്കുള്ളത് തന്നെ എൻ്റെ ലൈഫിലേക്ക് എന്തോ ഒരു വലിയ പുണ്യം ആണെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും പറയാനും സംസാരിക്കാനൊക്കെ ഒരാളുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. സോ അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ വന്നേക്കാണ്. തൃശ്ശൂരാണ് ഞങ്ങളുടെ മെയിൻ സ്ഥലം. സാഹിത്യ അക്കാഡമിയിൽ ഇരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂരാണ് ഞങ്ങൾ വരാറുള്ളത്. തൃശ്ശൂർ വന്നാൽ തേക്കിങ്കാട്, പിന്നെ ഇവിടെ പോവാം നമ്മൾ തേക്കിങ്കാട് പോകും, സാഹിത്യ അക്കാഡമി പോകും. ചിലപ്പോൾ എന്താ പറയുക, തേരാപ്പാരം നടക്കുന്നല്ലാതെ പിന്നെ ഫുഡ് കഴിക്കാൻ പോകും. ഇതല്ലാതെ വേറെ പരിപാടികൾ വേറെ സത്യം പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഞങ്ങളിങ്ങനെ അങ്ങോട്ട് വർത്താനം പറഞ്ഞ് കുറേ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി. ഇവൾക്ക് പറ്റുന്ന ചെക്കന്മാരെ ഞാൻ ഇവൾക്ക് സജസ്റ്റ് ചെയ്യും. പിന്നെ ഞാൻ എനിക്ക് പറ്റുന്ന
പെണ്ണുങ്ങളുണ്ടെങ്കിൽ ഇവളെ എന്നോട് പറയുമ്പോൾ അങ്ങനെ പറയാറില്ലെങ്കിലും ഞാൻ കണ്ടുപിടിക്കും. ഞാൻ കണ്ടുപിടിക്കും. അങ്ങനെ ഞങ്ങൾ അങ്ങനെയൊക്കെ അങ്ങനെ ഉള്ളൊരു കൊടുക്കൽ വാങ്ങൽ ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിന് കിട്ടിയ ജീവിതകാലം വരെ പോകണമെന്ന് വിചാരിക്കുന്ന ഒരു ഫ്രണ്ട്ഷിപ്പാണ് രേഷ്മയായിട്ടുള്ളത്. സോ ഞങ്ങൾ സത്യം പറഞ്ഞാൽ കുറേ നേരം വന്നിട്ട് പിന്നെ ഞങ്ങൾക്കൊരു ഓഫീസ് വരെ പോകാനുണ്ടായിരുന്നു. പിന്നെ സാഹിത്യ അക്കാദമി നിന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ തൃശ്ശൂരിൽ ഒരു ബിരിയാണി സ്പോട്ടിൽ പോവാണ്. അത് ഞങ്ങളിങ്ങനെ റീലൊക്കെ കണ്ട് ഭയങ്കര കൊതിച്ച് നിൽക്കുകയാണ്. പുത്തമ്പള്ളിയുടെ അടുത്താണ്. അപ്പോൾ പുത്തമ്പള്ളി കാണാം. അങ്ങനെ അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് നടക്ക ഓട്ടോ ഓടിക്കുക തന്നെ ചെയ്യാം. അപ്പോൾ ഇനി അത് കാണാം. ഞങ്ങളപ്പോൾ ആ ബിരിയാണി കഴിച്ചു കേട്ടോ. ബിരിയാണിയെ കുറിച്ച് റിവ്യൂ നമുക്ക് പറയാം. ആദ്യം രേഷ്മയുടെ റിവ്യൂ കേൾക്കാം. നല്ല ബിരിയാണി ആയിരുന്നു. നിങ്ങൾ തൃശ്ശൂർക്ക് വരുന്നുണ്ടെങ്കിൽ എന്തായാലും വന്ന് കഴിച്ചിരിക്കണം. നല്ല ബിരിയാണി ആയിരുന്നു. അതായത് ജെറിപ്പഴം ടേസ്റ്റി ആയിരുന്നു. ചിക്കനും കുഴപ്പമുണ്ടായില്ല. റൈസ് കുറച്ചും കൂടി കൂടുതൽ കിട്ടിയാൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി. റൈസിൽ പിന്നെ പൈനാപ്പിൾ എസൻസിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ട്. പക്ഷെ നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. മസാലകളൊന്നുമില്ല. ഞങ്ങൾ എവിടെയാണെന്നറിയോ? അതെ, പുത്തമ്പള്ളി പെരുന്നാളാണ് കേട്ടോ. ഞാൻ അതും കൂടി കൂട്ടിട്ടാണ് ഇരിങ്ങാലോടേക്ക് വന്നത് തന്നെ. അപ്പോൾ പുത്തമ്പള്ളി പെരുന്നാളിനും കൂടി വരണം. ഞങ്ങളിപ്പോൾ ഉണ്ടല്ലേ പുത്തമ്പള്ളിയുടെ അവിടുത്തെ വള, കമ്മല്, മാല, വള എന്താണ് നെവർ അപ്പോൾ ഗൈസ് ഇപ്പോൾ പുത്തമ്പള്ളിയിലാട്ടോ. പുത്തമ്പള്ളിയുടെ ബാക്കിലാണ് ഇപ്പോൾ വന്നേക്കണേ. എനിക്ക് ഭയങ്കര ഇമോഷണലായിട്ടൊരു സംഭവമാണ് പുത്തമ്പള്ളി വരാമെന്ന് പറഞ്ഞാൽ. കാരണം ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ പ്രാർത്ഥിച്ചാലും എനിക്ക് ലഭിക്കുന്ന ഒരു പള്ളിയാണ് പുത്തമ്പള്ളി. എനിക്കറിയില്ല, ഞാൻ ഭയങ്കര ഇമോഷണലാവും ചിലപ്പോൾ പെട്ടെന്ന് പുത്തമ്പള്ളി വരാമെന്ന് പറഞ്ഞാൽ. കാരണം എൻ്റെ എല്ലാ പ്രാർത്ഥനകളും ഞാൻ ഇവിടെ വന്നിട്ടാണ് പറയുക. പ്രാർത്ഥനകളാണെങ്കിലും എന്താ പറയുക, വിഷമങ്ങളാണെങ്കിലും സന്തോഷങ്ങളാണെങ്കിലും സങ്കടങ്ങളൊക്കെ ഞാൻ പറയുന്നത് പുത്തമ്പള്ളിയിലാണ്. അത് എന്താ പറയുക, ഇവിടെ പെരുന്നാളാണിപ്പോൾ. സോ അതിൻ്റേതായ തിരക്കുകൾ കാര്യങ്ങളുണ്ട്. ഞങ്ങൾ ജസ്റ്റ് ഇവിടെ ഇപ്പോൾ മാതാപാത വന്നിട്ട് വെള്ളിയാഴ്ചയാണ്. ഈ മാതാപാതയ്ക്കൊക്കെ ഞാൻ ഒരുപാട് വന്ന്, പക്ഷേ ഞാൻ എന്ത് പ്രാർത്ഥിച്ചാലും എനിക്ക് നടന്നിട്ടില്ലെങ്കിൽ തന്നെ അത് വേറെ രീതിയിലൊക്കെ പോയിട്ട് എനിക്ക് പോസിറ്റീവായ രീതിയിൽ സംഭവിച്ചിട്ടുണ്ട്. സോ പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സിനും ഒരുപാട് സംഭവം ഉണ്ടായിട്ടുണ്ട്. മറ്റേ ഞങ്ങൾ ഫ്രണ്ട്സിനും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് പുത്തമ്പള്ളിയിൽ നിന്ന്. ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇനി കുറച്ച് ലേറ്റായാൽ തന്നെ നല്ല രീതിയിൽ സംഭവിച്ചിട്ടുണ്ട്. സോ ഞങ്ങൾക്കൊക്കെ ഭയങ്കര വിശ്വാസമുള്ള, തൃശ്ശൂർക്കാർക്ക് മൊത്തത്തിൽ ഭയങ്കര വിശ്വാസമുള്ള ഒരു പള്ളിയാണ് പുത്തമ്പള്ളി. ഇവിടുത്തെ പെരുന്നാളും ഭയങ്കര ആഘോഷമാണ്. സോ പുത്തമ്പള്ളി വന്നേക്കാണ് കേട്ടോ. പ്രാർത്ഥിച്ചു. വേറെ വീഡിയോസ് ഞാൻ കുറച്ച് ഇടാം. ഇന്നിവിടെ നിന്ന് തിരിച്ച് പോകണം. തേക്കിങ്ങാട് പോകണം. തേക്കിങ്ങാട് വിടുകണം. ഇത് തേക്കിങ്ങാട് മൈതാനമാണത്. ഞങ്ങൾ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് ഇരുന്ന് ഇനി ഞങ്ങൾ തിരിച്ച് പോവാണ് കേട്ടോ. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതാണ് ഞങ്ങൾ തൃശ്ശൂർക്കാരുടെ ആകാശപാത. സോ ഞങ്ങളിപ്പോൾ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഉള്ളിൽപ്പെട്ട് നമുക്ക് കാര്യമാണ്. ഇതാണ് ഗൈസ് ഞങ്ങളുടെ തൃശ്ശൂരിലെ ആകാശപാത ഉണ്ടോ. സോ ഗൈസ് ഇപ്പോൾ ഞങ്ങളുടെ ആകാശപാതയിലെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞങ്ങൾ ആകാശപാത ഇറങ്ങി. ഞങ്ങൾ വളരെ കുറച്ച് ദൂരെ പോയുള്ളൂ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കുറച്ച് ചുറ്റാനുണ്ട്. കുറച്ച് ദൂരെ പോയുള്ളൂ. ചുറ്റാൻ ടൈമില്ല. വേഗം
വീടെത്തണം. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ കഴിഞ്ഞു കേട്ടോ. 6 ഡേയ്സ് നോക്കുന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ പരീക്ഷ ചിലപ്പോൾ കൊച്ചി വരുമായിരിക്കും. കൊച്ചി വന്നാൽ എന്നെ കാണില്ല, കാരണം ഞാൻ വർക്കിൻ്റെ തിരക്കിലായിരിക്കും. എനിവേ തൃശ്ശൂർ കുറേ നാൾക്ക് ശേഷമാണ് തൃശ്ശൂർ വന്നിരുന്നത് ഞാൻ. ഒരു നല്ലൊരു രേഷ്മ. അപ്പോൾ ഇനിയിപ്പോൾ വേറെ വല്ല വീഡിയോകളൊക്കെ വരാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി, സന്തോഷം, സമാധാനം. ബൈ.